നിന്റെ തലമുറയ്ക്ക് വേണ്ടി പോരാടാ, നിന്റെ കുടുംബത്തിന് വേണ്ടി പോരാടാ. അവൻ നീ എഴുന്നേൽക്കുന്നു എങ്കിൽ നിനക്കെതിരെ വെളിപ്പെടുന്ന ഒരു ആഭിചാര ശക്തികളും ഒരു പൈശാചിക തന്ത്രങ്ങളും ഒരു ദുരാത്മാവിന്റെ പദ്ധതികളും ഒരു പൈശാചിക ശക്തികളും അത് നിന്നെ തൊടാ, നിന്റെ കുടുംബത്തെ തൊടാ, നിന്റെ സഭയെ തൊടാ, നിന്റെ ദേശത്തെ തൊടാ, നിന്റെ ശരീരത്തെ തൊടാ. അവൻ അനുവദിക്കത്തില്ല. ഇന്ന് പകൽ നിനക്കെതിരെ പോരാടുന്ന ചില ശക്തികളോട് എതിർത്ത് നിൽക്കുക. ചേർന്ന് പൊളിയാൻ പോകുക. ഈ നിന്റെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാലം അടുത്തത് കൊണ്ടാണ് നിന്റെ പ്രതിസന്ധികൾ ഉയർന്നു വന്നത്. ഹല്ലേലൂയ. നീ തകരാറല്ല, നീ തകരാറല്ല, വാഗ്ദത്തത്തിലേക്ക് നീ പ്രവേശിക്കാൻ പോകുക. എന്തിനാ കർത്താവേ ഇത്രയും പ്രയാസം? എന്തിനാ കർത്താവേ ഇത്രയും കണ്ണുനീര്? എന്തിനാ കർത്താവേ ഇത്രയും പ്രതിസന്ധികൾ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരം ഇന്നതാണ്: എല്ലാവരെ പോലെ അല്ല നീ. എല്ലാവരെ പോലെ അല്ല നീ. എല്ലാവരിൽ നിന്നും നീ വ്യത്യസ്തനായതുകൊണ്ട് നിനക്ക് ഇത്ര പ്രതിസന്ധി. കുഞ്ഞെ, നീ ഷിഫ്റ്റിംഗ് ആകാൻ പോകുക, നീ പുറപ്പെടാൻ പോകുക. നിന്റെ അഭിഷേകത്തിൽ, നിന്റെ സാമ്പത്തികത്തിൽ, നിന്റെ ഭൗതികത്തിൽ, നിന്റെ ആത്മീകത്തിൽ നിനക്കൊരു ഷിഫ്റ്റിംഗ് സ്വർഗം ഒരുക്കാൻ പോകുക. അവന്റെ കയ്യിൽ നീ അകപ്പെടുമെന്ന് തമ്പുരാൻ അറിയാവുന്നത് കൊണ്ട് ദൈവം നിന്നെ അവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പകലിൽ ആത്മാവ് ദൂത് പറയാ, തോട് പറ്റിയാലും സാരമില്ല, അടുത്തൊരു ഇടത്തിലേക്ക് നിനക്കൊരു ഷിഫ്റ്റിങ്ങിന് വേണ്ടിയാ. എത്ര അധ്വാനിച്ചിട്ടും, എത്ര കഷ്ടപ്പെട്ടിട്ടു, എത്ര കരഞ്ഞിട്ടു, എത്ര പ്രാർത്ഥിച്ചിട്ടു, എത്ര ഉപവസിച്ചിട്ടു, എത്ര നെടുവീർപ്പിട്ടിട്ടു എനിക്കൊരു മാറ്റമില്ലല്ലോ എന്ന് പറയുന്ന ചിലരോട് ദൈവാത്മാവ് ആലോചന പറയുക. കുഞ്ഞേ, നീ പുറപ്പെടാൻ സമയമായി, നീ പുറപ്പെടാൻ സമയമായി. നീ എത്ര ശക്തികൾ സഭയ്ക്കെതിരെ നിന്നാലും, എത്ര ശക്തികൾ സഭയ്ക്കെതിരെ പദ്ധതികൾ മെനഞ്ഞാലും, എത്ര ആചാരങ്ങൾ സഭയ്ക്കെതിരെ ചെയ്താലും, ഞാൻ വിശ്വസിക്കുന്നു ക്രൂശ് വിജയിച്ചു, സഭയെ വിജയിക്കും. ഞാൻ എന്റെ സഭയെ പണിയും. ബാക്കി പറ, ബാക്കി പറ, പോരാ, ശബ്ദമുയർത്തി പറ. ഞാൻ എന്റെ സഭയെ പണിയും. പാതാള പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ആത്മസാന്നിധ്യം അനുഭവിക്കുന്നവർ മിണ്ടാതിരിക്കരുത്. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ ദൂത് പറയുക. എത്ര വൻകിട ശക്തികൾ ദൈവസഭയ്ക്ക് നേരെ എഴുന്നേറ്റാലും, നിനക്ക് നേരെ എഴുന്നേറ്റാലും, ആത്മാവിനെ പ്രവചിക്കുകയാണ്, സകലത്തിന്റെ ആയുധത്തെ നമ്മൾ പിടിച്ചു വെപ്പിക്കും. ഓ, സകലത്തിന്റെ ആയുധത്തെ സഭ പിടിച്ചു വെപ്പിക്കാൻ പോകുക. ആത്മാവിൽ ഒരു നിമിഷം ഒന്ന് പോരാടി പ്രാർത്ഥിച്ച് ദൈവസഭ വിജയിക്കണമെന്ന്, ദൈവസഭ വിജയിക്കണമെന്ന്, എന്റെ കുടുംബം വിജയിക്കണമെന്ന് കൊതിക്കുന്നവർ ഒന്ന് കരമടിച്ച്, ഒന്ന് കരമടിച്ച്, ഒന്ന് കരമടിച്ച്. ഓ, വിജയിക്കുമെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പോരാ പോരാ പോരാ, എല്ലാ ദൈവമക്കൾ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ശക്തിയോടെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. കർത്താവിൻ്റെ ധന്യമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആത്മതപനത്തിൻ്റെയും മൂന്നാമത്തെ പകൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരാൻ ദൈവം ഒരുക്കുന്ന അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ വലിയൊരു ആത്മസാന്നിധ്യം പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്കകത്ത് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ആ ദൈവ സാന്നിധ്യത്തെ സ്വീകരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ മേൽ അസാധാരണമായ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവ് നിശ്ചയമായും നമ്മുടെ ഈ ആരാധനയുടെ നടുവിൽ ദൈവം കൈമാറും. സ്തോത്രം, സ്തോത്രം. ആമേൻ. നമ്മളിൽ ആള് ചുരുക്കമാണ് എങ്കിലും ഇന്ന് രാത്രി കർത്താവിൻ്റെ ഈ പകലിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പുറകിൽ നമ്മൾ ആഗ്രഹിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏക വിഷയം ദൈവസഭ വിടുതൽ പ്രാപിക്കണം, ദേശം വിടുതൽ പ്രാപിക്കണം, കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കണം. ഒറ്റ വിഷയമുള്ളൂ. ആ ഒറ്റ വിഷയം 3 എണ്ണമാണ്. സ്തോത്രം. 1, ദൈവസഭ വിടുതൽ പ്രാപിക്കണം. 2, ദേശം വിടുതൽ പ്രാപിക്കണം. 2, കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കണം. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. ആമേൻ. നമ്മുടെ പ്രാർത്ഥനകൾ ശക്തമാകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പിശാചിൻ്റെ പ്രവർത്തികൾ എഴുതേക്കുന്നത്. ആമേൻ. അവന് ഇരിക്കാൻ കഴിയത്തില്ല, അവന് നിൽക്കാൻ കഴിയത്തില്ല. അവൻ ഏതു വിധേനയും, അങ്ങനല്ലേ ശർപ്പാസ, ഏതു വിധേന വല്ല വിധേനയും ചിലതിനെ തകർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ആമേ. വേദപുസ്തകത്തിൽ പറയുന്നു, ആമേ, പിളർന്നു വരുന്ന അലറുന്ന സിംഹം പോലെ, അലറുന്ന സിംഹം പോലെ പട്ടണത്തിൻ്റെ ശക്തികൾ എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത് സാധാരണ ഒരു ശക്തിയാണെന്ന്. അവൻ അലറുന്ന സിംഹം പോലെ പലതിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് പകലിൽ അതിനെ ജയിക്കാൻ, അവൻ്റെ അലർച്ചയെ വലിച്ചു കീറാൻ യേശുവിൻ്റെ നാമത്തിൽ ചില ഗിദെയോന്മാരെ ഇതിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. ചില ശിംശോന്മാർ ഇതിനകത്ത് എഴുന്നേറ്റ് വരും. ചില ശിംശോന്മാരുണ്ടെങ്കിലേ സിംഹത്തെ കീറാൻ പറ്റത്തുള്ളൂ. ശിംശോന്മാരുണ്ടെങ്കിലേ സിംഹത്തെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? വലിച്ചു കീറാൻ പറ്റത്തുള്ളൂ. ദാവീദുമാരുണ്ടെങ്കിലേ സിംഹത്തെ കരടിയെ കീറിക്കളയാൻ പറ്റത്തുള്ളൂ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഈ പകലിൽ ചില ശിംശോന്മാരെ, ആമേൻ, ആരാ കൊതിക്കുന്നേ? ചില ദാവീദുമാരെ, അഭിഷേകമുള്ള ശിംശോന്മാർ, അഭിഷേകമുള്ള ദാവീദുമാർ ഇതിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാമോ? ആമേ. ചില ശിംശോന്മാർ എഴുന്നേൽക്കണം, ചില ദാവീദുമാർ എഴുന്നേൽക്കണം. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. അമ്മയുടെ ഉദരത്തിനകത്തു വെച്ച് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അമ്മയുടെ ഉദരത്തിനകത്തു വെച്ച് ജനിക്കുന്നതിന് മുമ്പിട്ട് ദൂതനിറങ്ങി, ആമേൻ, സ്തോത്രം, മാതാപിതാക്കന്മാരോട് ആലോചന കൊടുത്തു. നിന്റെ ഉദരത്തിൽ വളരുന്ന തലമുറ ഇന്നതായിരിക്കണം, അവൻ ഇങ്ങനെ വരണം, അവൻ ഇങ്ങനെ ജീവിക്കണം. ശ്രദ്ധിക്കണേ, അവൻ ഇങ്ങനെ ആയിരിക്കണം, അവൻ ഇങ്ങനെ വളരണം, ഇങ്ങനെ ജീവിക്കണം. സ്തോത്ര. എന്തിനാ കർത്താവേ? എന്തിനാ ദൂത
ഇത്രയും സ്തോത്ര നിയമങ്ങൾ ജനിക്കുന്നതിന് മുമ്പിട്ട് ഒരു തലമുറയ്ക്ക് കൊടുക്കേണ്ടത്, ആമേ തിരിച്ചു ദൂതനോട് അപ്പനും അമ്മയും ചോദിച്ചാൽ ആമേ തിരിച്ചു ദൂതനൊരു മറുപടി പറയാനുണ്ട്. എല്ലാ തലമുറയും ജനിക്കുന്നത് പോലല്ല നിന്റെ തലമുറ ജനിക്കുന്നത്. എല്ലാ തലമുറയും ജീവിക്കുന്നത് പോലല്ല നിന്റെ തലമുറ ജീവിക്കാൻ പോകുന്നത്. എല്ലാവരും ശുശ്രൂഷിക്കുന്നത് പോലല്ല നിന്റെ തലമുറ നീ ശുശ്രൂഷിക്കാൻ പോകുന്നത്. രക്തത്താൽ ജയമെടുക്കുകയാ. എന്തിനാ കർത്താവേ ഇത്രയും പ്രതിസന്ധി? എന്തിനാ കർത്താവേ ഇത്രയും വേദന? എന്തിനാ കർത്താവേ ഇത്രയും ബുദ്ധിമുട്ട്? എന്തിനാ കർത്താവേ ഇത്രയും കഷ്ടത? ആമേ ശ്രദ്ധിക്കണേ. എന്തിനാ കർത്താവേ ഇത്രയും പ്രയാസം? എന്തിനാ കർത്താവേ ഇത്രയും കണ്ണുനീര്? എന്തിനാ കർത്താവേ ഇത്രയും പ്രതിസന്ധികൾ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ ഉത്തരം ഇന്നതാണ്: എല്ലാവരെ പോലെ അല്ല നീ. എല്ലാവരെ പോലെ അല്ല നീ. എല്ലാവരിൽ നിന്നും നീ വ്യത്യസ്തനായതുകൊണ്ട് നിനക്ക് ഇത്ര പ്രതിസന്ധി. ഓ ഓ ഓ ശബാറാബ ഉടബാറാബ ശദറബലഗ സ്വീകരിക്കാൻ പറ്റുന്നവർ കരമടിച്ചു സ്വീകരിച്ചു. ഇതൊരു ഭയങ്കര നിയോഗത്തിന്റെ ദൂത ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര നിയോഗത്തിന്റെ ദൂത ഈ പകൽ ഞാൻ പകർന്നുകൊണ്ടിരിക്കുന്നത്. ആത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു. അവൻ നിന്നെ സാധാരണ വ്യക്തിയല്ല, നിന്നെ സ്വർഗം ഒരു അസാധാരണത്വത്തിലേക്ക് ദൈവാത്മാവ് നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുക. ഒരു അസാധാരണത്വത്തിലേക്ക്. ഹല്ലേലൂയ. ചുടബറ ബലദര ജലദര ജലദര ജനദന ജനദന ചുടബറ ധന ജന ധര ജല ധര ജല ധരമന ചുടബറ ധല ജല ധര ജല ധന ജന റികബല ചുടബല റി ബാ 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 ഷാ ഠ റാ ഖ ഠ. യേശുവിന്റെ രക്തത്താൽ ജയം. യേശുവിന്റെ രക്തത്താൽ ജയം. യേശുവിന്റെ രക്തത്താൽ ജയം. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നീ ഓർത്തോണം, എല്ലാവരെ പോലുള്ള ഒരാളല്ല ഞാൻ. അമ്മേ, എല്ലാവരെ പോലുള്ള ഒരാൾ അല്ല. ലോഗോസ് ചർച്ചിൽ മാത്രമേ ഇത്രയും പ്രശ്നങ്ങളല്ലോ. എന്താ കാര്യം? അതിൻ്റെ ഉത്തരം ഇത്രയാണ്: എല്ലാ സഭ പോലെ അല്ല ഈ സഭ. ആമേൻ പറഞ്ഞില്ല. എല്ലാം പോലെ അല്ല ഇത്. ഇതിനകത്തൊരു വ്യത്യസ്തതയുണ്ട്. എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവനോട് ദൂത് പറയുന്നു, ഞാൻ ഇവിടുത്തെ പാസ്റ്ററായിട്ടല്ല നിൽക്കുന്നത്, ദൈവത്തിന്റെ പ്രതിപുരുഷനായിട്ട് പരിശുദ്ധാത്മാവനോട് സംസാരിക്കുക. എല്ലാം പോലെയല്ല. ഇതിന് എതിരെ നിൽക്കുന്ന ചിലതിന്റെ അർത്ഥം ഇതിനകത്തൊരു വ്യത്യസ്തത ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് പ്രയാസപ്പെടേണ്ട കാര്യമില്ല, അതുകൊണ്ട് തകരേണ്ട കാര്യമില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമല്ല. ഒറ്റ ഉത്തരേ ദൈവത്തിന് നമ്മളോട് പറയാനുള്ളൂ. മറുപടി തരാമെന്നല്ല ശരത് പാസ്റ്ററെ, മറുപടി തരാമെന്നല്ല ശോമൽ പാസ്റ്ററെ, മറുപടി ഉണ്ടെന്നല്ല. ആമേൻ. ദൂത് ഇത്രേ ഉള്ളൂ: നീ വ്യത്യസ്തനായതുകൊണ്ടാ. ശിച്ച അനുഭവിച്ചേ പറ്റൂ. മിണ്ടിയില്ല നിങ്ങള്. ശിച്ച അനുഭവിച്ചേ പറ്റൂ. എന്തിനാ കർത്താവേ? ആമേൻ. എടാ, നിന്നെ ഞാൻ വ്യത്യസ്തനാക്കുന്നത് കൊണ്ട് നീ ഇത് അനുഭവിച്ചേ പറ്റൂ. ഹല്ലേലൂയ. ആമേൻ. നീ ഇത് അനുഭവിച്ചേ പറ്റൂ. സ്തോത്രം. എലിയാവിൻ്റെ ദൂതുകൾ നമ്മൾ എപ്പോഴുമായി കേൾക്കുന്നത്. ഏലിയാവിൻ്റെ ദൂതുകൾ. ആമേൻ. കൊട്ടാരത്തിനകത്ത് കയറി ദൂത് പറയുക രജിത് പാസ്റ്ററെ. കൊട്ടാരത്തിനകത്ത് കയറി തൻ്റെ ഇടത്തോടെ ദൂത് പറയുക. ആരാ? ഈ ഏലിയാവ്. സ്തോത്രം. മണിക്കൂറുകൾ നടന്ന്
കൊട്ടാരത്തിനകത്ത് വന്നിട്ട് ഏലിയാവ് തൻ്റെ ഇടത്തോടെ ആഹാബിൻ്റെ മുഖത്തു നോക്കി പറയുക, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. സ്തോത്രം. ചോദ്യം ഏലിയാവിനോടാ, ഏലിയാവേ, രാജാവിൻ്റെ മുഖത്തു നോക്കി ഇത്രയും തൻ്റെ ഇടത്തോടെ ദൂത് പറയാനുള്ള ധൈര്യം നിനക്ക് എവിടുന്ന് കിട്ടി? ഇത്രയും തൻ്റെ ഇടത്തോടെ ദൂത്, അതോ നല്ല ദൂത് വല്ലതും ആണോ ശുഭിച്ച? നല്ല ദൂതല്ല. ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞു മഴ എന്ത് ചെയ്യത്തില്ല. ആമേൻ. മോശമായ ദൂത. ചോദ്യം, ഏലിയാവേ, ഇത്രയും തൻ്റെ ഇടം നിനക്ക് എവിടുന്നാ കിട്ടിയത്? ആമേൻ. ഏലിയാവ് തിരിച്ചൊരു ദൂത് പറഞ്ഞു, മോനെ, ദൂത് പറയാൻ ശമരിയയിൽ നിന്ന് ഞാൻ പുറപ്പെടുന്നതിന് മുമ്പിട്ട് എന്നോട് ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്ക്. ആ ദൂതിന്റെ ധൈര്യമാണ് എനിക്ക് ആഹാബിന്റെ മുഖത്തു നോക്കാൻ തൻ്റെ ഇടം നൽകിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു ദൂത് പറയാ. ആമേൻ. സ്തോത്രം. ഇങ്ങനൊക്കെ ദൂത് പറയണമെങ്കിൽ അത് അഭിഷക്തന്മാർക്കേ പറ്റൂ. ഇങ്ങനൊക്കെ ദൂത് പറയണമെങ്കിൽ ആർക്കേ പറ്റൂ? അഭിഷക്തന്മാർക്കേ പറ്റത്തുള്ളൂ. അല്ലാതെ മസിൽ പവറോ ആൾബലമോ ആമേൻ മണി പവറോ രാഷ്ട്രീയ പവറോ കൊണ്ടൊന്നും നിൽക്കാൻ പറ്റത്തില്ല. നിനക്ക് നിൽക്കണമെങ്കിൽ ഇന്ന് പകലിൽ പറഞ്ഞ കർത്താവേ, എനിക്കൊരു അഭിഷേകം വേണം. Come on Jesus, hallelujah. അതല്ല എൻ്റെ ദൂതിലേക്ക് വരാം. സ്തോത്രം. രാജാവിൻ്റെ മുഖത്ത് നോക്കി ദൂത് പറഞ്ഞ് ഏലിയാവ് പുറത്തിറങ്ങാൻ നേരത്ത് തമ്പുരാൻ പറഞ്ഞു, നീ കെരീത്തിച്ചെന്ന് ഒളിച്ചിരിക്കണം. ഞാൻ ഈ ദൂത് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. കെരീത്തിച്ചെന്ന് എന്ത് ചെയ്യണം? ഒളിച്ചിരിക്കണം. സ്തോത്രം. കെരീത്തിച്ചെന്ന് ഒളിച്ചിരുന്നച്ചാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് കെരീത്തിലെ തോട് എന്ത് ചെയ്തു? അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്ന തോട് വറ്റി. സ്തോത്രം. തോട് വറ്റി. ചോദ്യം ദൈവത്തോടാ, ദൈവമേ, ഈ തോട് വറ്റുമെന്നുള്ളത് അങ്ങക്കറിയത്തില്ലായിരുന്നോ? ഹലോ, ഈ തോട് വറ്റുമെന്നുള്ളത് അങ്ങക്ക് അറിയത്തില്ലായിരുന്നോ? ഇതെന്തുകൊണ്ട് ഏലിയാവിനോട് പറഞ്ഞില്ല? എന്തുകൊണ്ട് ഏലിയാവിനെ ഇവിടെ തന്നെ ഒളിപ്പിച്ചു? സ്തോത്രം. ഒത്തിരി ദൂതനകത്തുണ്ട്. തോട് വറ്റുമെന്നറിയാം, ദൈവത്തിന് അറിയാം തോട് വറ്റുമെന്ന്. പിന്നെ ഈ ഏലിയാവിനെ അവിടെ ഇരുത്തിയിരിക്കുക. ചോദ്യം ഏലിയാവിനോട്, ആമേൻ, ഏലിയാവേ, തോട് വറ്റിയപ്പോൾ നിനക്കുണ്ടായിരുന്ന മനോഭാവം എന്തുവാ? തോട് വറ്റുകയാണെങ്കിൽ നമുക്കുള്ള മനോഭാവം എന്തുവാ? നിങ്ങൾ പറ. നിങ്ങൾ മിണ്ടുന്നില്ല. നിങ്ങൾ എൻ്റെ മുഖത്ത് രൂക്ഷമായി നോക്കുന്നു. തോട് വറ്റുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവം എന്തുവായിരിക്കും? ശൗമേൽ പാസ്റ്ററെ, 100 പ്രാവശ്യം ദൈവത്തോട് പറയും, വേണ്ടായിരുന്നു, ഇറങ്ങി വരണ്ടായിരുന്നു, എന്തിനാ ഇതിൻ്റെ ഈ ആവശ്യം? അവിടെ ശമരിയിലെങ്ങാനും കഴിഞ്ഞായിരുന്നെങ്കിൽ സുഖമായിട്ട് അവിടെ കിടക്കാമായിരുന്നു. ആമേൻ. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചുമ്മാതെ ഒരു ദൂതിൻ്റെ പുറകെ ഇറങ്ങിയതാ. ആമേൻ. സ്തോത്രം. തോടും പറ്റി ആകനാശമായി. ആമേൻ. ഒരു കാര്യവുമില്ലായിരുന്നു. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇനി ദൈവശബ്ദം ഒന്നും പറഞ്ഞങ്ങ് ഇറങ്ങുക. സ്തോത്രം. ഹലോ, ദൈവശബ്ദം ഒന്നും പറഞ്ഞ് എന്ത് ചെയ്യുക? അങ്ങ് ഇറങ്ങുക. അവസാനം ദൈവം എന്ത് ചെയ്തു? കൈവിട്ടു. എന്താ കാര്യം? തോട് വറ്റി. ദൂത് ഞാൻ പറയാൻ ദൈവമക്കളെ, തമ്പുരാൻ അറിയാം തോട് വറ്റുമെന്നുള്ളത്. പക്ഷെ ദൂത് കേട്ടോടോ, നീ ഇതിൻ്റെ കീഴിൽ ഇരുന്നില്ലെങ്കിൽ നിന്നെ അന്വേഷിച്ചൊരുവൻ ഇറങ്ങിയിട്ടുണ്ട്. അവന്റെ കയ്യിൽ നീ അകപ്പെടുമെന്ന് തമ്പുരാൻ അറിയാവുന്നത് കൊണ്ട് ദൈവം നിന്നെ അവിടെ ഒളിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പകലിൽ ആത്മാവ് ദൂത് പറയാ, തോട് പറ്റിയാലും സാരമില്ല, അടുത്തൊരു ഇടത്തിലേക്ക് നിനക്കൊരു ഷിഫ്റ്റിങ്ങിന് വേണ്ടിയാ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക. ആമേൻ, ആമേൻ. തോട് വറ്റുമ്പോൾ ഓർത്തോണം, നെക്സ്റ്റ് ഷിഫ്റ്റിംഗ് ആയി. വേണ്ടിയില്ല. നിങ്ങൾ ഈ ദൂത് ഗ്രഹിക്കുന്നോന്ന് എനിക്കറിയത്തില്ല. തോട് വറ്റുമ്പോൾ ഓർത്തോണം, എന്തുവാ? അടുത്ത പുറപ്പെടലിന് സമയമായി. ഹലോ, തോട് വറ്റുമ്പോൾ ഓർത്തോണം, എനിക്കിവിടുന്ന് എഴുന്നേക്കാൻ സമയമായി. തോട് വറ്റുമ്പോൾ ഓർത്തോണം, എനിക്കൊരു യാത്ര ഒരുങ്ങി. തോട് വറ്റുമ്പോൾ ഓർത്തോണം, എൻ്റെ
കഷ്ടത മാറാൻ സമയമായി. തോട് വറ്റുമ്പോൾ ഓർത്താണ് ഞാൻ പുറപ്പെടാൻ സമയമായി. തോട് വറ്റുമ്പോൾ ഓർത്താണ് ദൂതൻ ഇറങ്ങാൻ സമയമായി. ഇന്ന് പകലിൽ ആത്മാവനോട് പ്രവചിക്കാൻ പറയുന്നു. തോട് വറ്റിയ ചിലതിനോട് ദൈവാത്മാവ് ദൂത് പറയുക, കുഞ്ഞേ നീ ഷിഫ്റ്റിംഗ് ആകാൻ പോകുക, നീ പുറപ്പെടാൻ പോകുക. നിന്റെ അഭിഷേകത്തിൽ, നിന്റെ സാമ്പത്തികത്തിൽ, നിന്റെ ഭൗതികത്തിൽ, നിന്റെ ആത്മീകത്തിൽ നിനക്കൊരു ഷിഫ്റ്റിംഗ് സ്വർഗം ഒരുക്കാൻ പോകുക. യേശുവിന്റെ രക്തത്താൽ ജയ. നീ ഇവിടെ കിടന്ന് നീ മരിക്കത്തില്ല കേട്ടോ. നീ ഇവിടെ കിടന്ന് മരിക്കത്തില്ല. നീ ഇനി ഇവിടെ കിടന്ന് തകരത്തില്ല. നീ ഇവിടെ കിടന്ന് നശിച്ചു പോകത്തില്ല. നീ ഇവിടെ ഇന്ന് രാത്രി ഈ പകൽ ഇതിനകത്തിരിക്കുന്ന ആരോടെ പ്രവചിക്കുന്നു, നീ തകർന്നു പോകത്തില്ല, നീ വീണു പോകത്തില്ല, നീ നഷ്ടപ്പെട്ടു പോകത്തില്ല, നീ ഇല്ലാതാകത്തില്ല. ദൂത് കേട്ടോളോ, നീ തകരത്തില്ല, നീ ഇല്ലാതാകത്തില്ല. ഇന്ന് രാത്രി ഈ പകൽ ദൂത് പറയുന്നു, നീ ഇല്ലാതാകത്തില്ല. തോട് വറ്റിയെടുത്ത് നീ മരിച്ചു വീഴത്തില്ല. നീ ഷിഫ്റ്റിംഗ് സംഭവിക്കാൻ പോകുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ, ഈ പകലിൽ വിശ്വസിക്കുന്നവർ കരമടിച്ച് ഈ ദൂതിനെ ഒന്ന് സ്വീകരിച്ച് യേശുവിന്റെ നാമത്തിൽ എൻ്റെ ഭൗതികത്തിൽ ഒരു ഷിഫ്റ്റിംഗ്, എൻ്റെ ആത്മീകതയിൽ ഒരു ഷിഫ്റ്റിംഗ്, എൻ്റെ ശരീരത്തിൽ ഒരു ഷിഫ്റ്റിംഗ് യേശുവിന്റെ നാമത്തിൽ. In the name of Jesus, in the name of Jesus. എനിക്കത് വേണമെന്ന് കൊതിക്കുന്നവർ ഞാൻ ഷിഫ്റ്റിംഗ് ആകാൻ പോകുമെന്ന് കൊതിക്കുന്നവർ കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്നവർ നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ശ്രദ്ധിക്കണേ, തോട് വറ്റി, ആമേൻ, ദൂതനിറങ്ങി. എൻ്റെ ഒരു അഭിപ്രായം പറയാം. തോട് വറ്റിയിട്ട് ഒരു നിമിഷം പോലും ഏലിയാവ് പിന്നെ അവിടെ താമസിക്കാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം അനുവദിച്ചില്ല. തമ്പുരാൻ ദൂതനെ ഇറക്കിയിട്ട് പറഞ്ഞു, മതി മോനെ, നീ ഇനി ഇവിടെ നിൽക്കുന്ന മതി, നീ നിനക്ക് അടുത്ത സ്ഥലത്തേക്ക് നിന്നെ വിടാൻ പോകുക. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ആലോചന പറയുക. നിന്റെ സ്ഥിരം ഇരിക്കുന്ന ചില ഇരിപ്പിടങ്ങളെ ദൈവം പൊളിക്കാൻ പോകുക. നിന്റെ സേഫ് സോണുകളെ ഞാൻ പൊളിക്കാൻ പോകുക. നിന്റെ സ്ഥിതിയെ ഞാൻ മാറ്റാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ എത്ര അധ്വാനിച്ചിട്ടും, എത്ര കഷ്ടപ്പെട്ടിട്ടു, എത്ര കരഞ്ഞിട്ടു, എത്ര പ്രാർത്ഥിച്ചിട്ടു, എത്ര ഉപവസിച്ചിട്ടു, എത്ര നെടുവീർപ്പിട്ടിട്ടു എനിക്കൊരു മാറ്റമില്ലല്ലോ എന്ന് പറയുന്ന ചിലരോട് ദൈവാത്മാവ് ആലോചന പറയുക. കുഞ്ഞേ, നീ പുറപ്പെടാൻ സമയമായി, നീ പുറപ്പെടാൻ സമയമായി, നീ പുറത്തു വരാൻ സമയമായി. ഇന്ന് പകലിൽ ദൈവാത്മാവ് ദൂത് പറയുക, നീ പുറത്തു വരാ സമയമായി. രക്തത്താൽ ജയമെടുക്കുകയാ. 430 വർഷം ഇസ്രായേൽ മിസ്രൈമിൻ്റെ അടിമനുഖത്തിനകത്ത് പാർത്തിരുന്നൊരു കാലം. ശ്രദ്ധിക്കണമേ, ഇസ്രായേൽ മിസ്രൈമിൻ്റെ അടിമനുഖത്തിൽ പാർത്തിരുന്നൊരു കാലം. ഈ കാലഘട്ടത്തിൽ സ്തോത്രം, ഇസ്രായേലിന് സുഖമായിരുന്നു. അടിമയാണെങ്കിൽ സുഖമായിരുന്നു. പക്ഷേ അവസാന ദിവസങ്ങളിൽ ജോസഫിനെ അറിയാത്തൊരു രാജാവ് എഴുന്നേറ്റ് വന്നു. കേട്ടോണോ, ജോസഫിനെ അറിയാത്തൊരു രാജാവ് എഴുന്നേറ്റ് വന്നു. രാജാവ് തമ്മിൽ സംസാരിച്ചു. ഇസ്രായേലിനെ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല, ഇവനെ തകർക്കണം. കേട്ടോ, ഇവനെ തകർക്കണം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 17-18 എടുക്കണ്ട, 17-18 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തത്തിന്റെ കാലം അടുത്തപ്പോൾ ജോസഫിനെ അറിയാത്ത ഒരു രാജാവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. എന്താ ദൂത്? ദൂത് പറയാ, കുഞ്ഞേ, നീ മിസ്രൈമിന്റെ അടിമനുഖപ്പെട്ടാൽ സമയമായതുകൊണ്ട് നിനക്ക് പീഡനം ആരംഭിച്ചത്. ഈ നിന്റെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാലം അടുത്തത് കൊണ്ടാണ് നിന്റെ പ്രതിസന്ധികൾ ഉയർന്നു വന്നത്. ഹല്ലേലൂയ. നീ തകരാനല്ല, വാഗ്ദത്തത്തിൽ
നിയോഗത്തിലേക്ക് നീ പ്രവേശിക്കാൻ പോകുക. രക്തത്തെ ജയമെടുക്കുക. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ദൈവസഭയ്ക്ക് ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാകാൻ പോവാ. നല്ല ആമേൻ പറ. ദൈവസഭയ്ക്ക് ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാകാൻ പോവാ. 430 വർഷം ഒരു കുഴപ്പമില്ലായിരുന്നു, സുഖമായിരുന്നു. ആമേൻ. 400 വർഷം സുഖമായിരുന്നു. കെരീത്തിന്റെ തോടിൽ സുഖമായിരുന്നു, വറ്റുന്നിടം വരെയും. കണ്ടോണേ, വറ്റുന്നിടം വരെയും ഏലിയാവിന് സുഖമായിരുന്നു. ഒന്നും അറിയണ്ട. രാവിലെ പകലും വൈകിട്ടും ഒക്കെ കാക്ക അപ്പം അറച്ചു കൊണ്ടുവരും. സുഖമായിരുന്നു വിദ്യാനച്ച, സുഖമായിരുന്നു സഹോദരിമാരെ. ഒന്നും അറിയണ്ട, ഏലിയാവിനൊന്നും അറിയണ്ട. സ്തോത്രം, ആമേൻ. എന്നാൽ പുറപ്പെടാൻ സമയമായപ്പോൾ തോട് പറ്റി. വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ സമയമായപ്പോൾ ജോസഫിനെ അറിയാത്തൊരു രാജാവ് എഴുന്നേറ്റ് വന്നു. ഇന്ന് രാത്രി ഈ പകലിൽ ദൈവാത്മാ നിറവിൽ ഞാൻ ദൂത് പറയാ. ചില പ്രതിസന്ധികളെ നമ്മൾക്ക് മാറ്റാൻ വേണ്ടി ചില പ്രതിസന്ധികളെ ദൈവം ഉയർത്തിയെടുക്കുന്നു. അതെന്റെ തകർച്ചയ്ക്കല്ല, അതെന്റെ വിടുതലിന് വേണ്ടിയാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആ കരമടിച്ച് ദൈവത്തിനാൽ ഹല്ലേലൂയ പറയാ. ആമേൻ, ആമേൻ. ഞാൻ പറഞ്ഞു തുടങ്ങിയൊരു പദം, ആമേൻ. അലറുന്ന സിംഹത്തെ വലിച്ചു കീറാൻ ചില ശിംശോൻ എഴുന്നേക്കണം. അലറുന്ന സിംഹത്തെ വലിച്ചു കീറാൻ ചില ദാവീദ് എന്ത് ചെയ്യണം? എഴുന്നേറ്റ് വരണം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ശിംശോൻ, ആമേൻ, സ്തോത്രം. ആ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ശിംശോൻ പോകുന്ന വഴിയിൽ ശിംശോനെ തകർക്കാൻ ഒരു ബാലസിംഹം അലറി ശിംശോന്റെ നേരെ വരികയാ. ശിംശോൻ ഇതിനെ ആമേ വലിച്ചു കീറി ഇതിനെ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. ദാവീദോ സിംഹം, കരടി ഇവ തൻ്റെ ആടിന് നേരെ ആമേൻ കടിച്ചു കീറാൻ വന്നപ്പോൾ ദാവീദ് ശൗലിനോട് പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ കാട്ടിൽ ഇവ എന്ത് ചെയ്തു? ഇവ വലിച്ചു കീറി കളഞ്ഞോ. സ്തോത്രം. ഇസ്രായേലിന്റെ ദൈവത്തെ ശപിച്ചുകൊണ്ട് നിൽക്കുന്ന ആമേൻ, സ്തോത്രം, ആമേൻ, 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 ആമേൻ. ഫെലിസ്ത്യനെ തകർത്ത് കളയാൻ ഒരു ദാവീദ് എഴുന്നേൽക്കേണ്ടി വന്നു. ഇന്ന് രാത്രി ഈ പകലിൽ ആത്മാവിൽ ദൂത് പറയാ. ഇതിനകത്ത് ശിംശോൻ എഴുന്നേറ്റില്ലെങ്കിൽ, ഇതിനകത്ത് ദാവീദ് എഴുന്നേറ്റില്ലെങ്കിൽ, ഇതിനകത്ത് പ്രയോജനപ്പെടുന്നവർ എഴുന്നേറ്റില്ലെങ്കിൽ, ഞാൻ ആത്മാവിൽ ദൂത് പറയാ, ചില സിംഹങ്ങൾ ചിലതിനെ കടിച്ചു കയറോ. നിന്റെ കുടുംബത്തിനകത്ത് നീ ദാവീദായി, നീ ശിംശോനായി എഴുന്നേറ്റില്ലെങ്കിൽ ചിലതിനെ വിട്ടുകൊടുക്കരുത്. നീ വിട്ടുകൊടുക്കരുത്. കടിച്ച് നിന്റെ തലമുറയെ, നിന്റെ കുടുംബത്തെ, നിന്റെ ബിസിനസിനെ കടിച്ചു കീറി കളയാൻ വരുന്ന അലറുന്ന സിംഹത്തെ വലിച്ചു കീറി കളയാൻ ഒരു അഭിഷേകത്തെ, നിന്റെ കുടുംബ ജീവിതത്തെ അവൻ കടിച്ചു കീറി കളയാൻ അലറിയെടുക്കുന്ന ചില സിംഹത്തെ വലിച്ചു കീറാൻ, നിന്റെ സഭയെ കടിച്ചു കീറി കളയാൻ നോക്കുന്ന ചില സിംഹത്തെ വലിച്ചു കീറി കളയാൻ ഒരു അഭിഷേകത്തെ ഈ പകൽ സ്വർഗത്തിന്റെ മേൽ കൈമാറുകയാ. യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയം. ഇന്ന് പകൽ ഒരു നിയോഗത്തിന്റെ പകലാ ശരത് പാസ്റ്റേ. ഇന്ന് പകൽ ഒരു നിയോഗത്തിന്റെ പകലാ. ചിലതിനെ നമ്മൾ വലിച്ചു കീറാൻ പോകുക. നീ വിട്ടുകൊടുത്താൽ, നീ വെറുതെ ഇരുന്നാൽ ഇവൻ നിന്നെ തകർക്കും. നീ
ഇവൻ നിന്നെ തകർക്കും. പക്ഷെ ഇന്ന് പകൽ നിന്റെ ശക്തി എടുത്ത് നിന്റെ അഭിഷേകത്തിനകത്ത് അലറുന്നതിനെ പിടിച്ചു വലിച്ചു ജീസസ്. കരമടിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സഭയോട് ദൈവാത്മാ പറയുക, നീ വിട്ടുകൊടുക്കരുത്, നീ വിട്ടുകൊടുക്കരുത്, നീ വിട്ടുകൊടുക്കരുത്. ഒരു തരിക്ക് നീ വിട്ടുകൊടുക്കരുത്. വെട്ടേണ്ടതിനെ ഇന്ന് പകൽ വെട്ട്, കീറിക്കളതിനെ കീറിക്കള, ഉടയ്ക്കേണ്ടതിനെ ഉടയ്ക്ക. നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ അഭിഷേകത്തിനെതിരെ, നിന്റെ കുടുംബ ജീവിതത്തിനെതിരെ, നിന്റെ തലമുറയുടെ ജീവിതത്തിനെതിരെ അലറിയടുക്കുന്ന ചിലതിരെ ഉടമരഘടക ജലഘടക റിബലഘടക ജലഘടക ജലഘടക ശകജരഘടക ജലഘടക റിബലഘടക സിയാന്തരാജന രക്തത്താ ജയമെടുക്കുകയാ, രക്തത്താ ജയമെടുക്കുകയാ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്കറിയാമോ, പുതിയ നിയമത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആമേൻ അഭിഷക്തന്മാരിൽ ഒരാളാണ് എപ്പഫ്രാസ്. ഞാൻ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് പുള്ളിയെക്കുറിച്ച്, ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗവുമായിട്ട് ഞാൻ കണക്ട് ചെയ്യാം. എപ്പഫ്രാസിനെ കുറിച്ച് കൊലോസി ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എന്ത് ചെയ്യുന്നു? പോരാടുന്നു. എങ്ങനെയാ സിംഹത്തെ കീറിക്കളയേണ്ടത്? മിണ്ടുന്നില്ല. എങ്ങനെയാ സിംഹത്തെ കീറിക്കളയേണ്ടത്? പ്രാർത്ഥനയിൽ. എങ്ങനെയാ അലറിയെടുക്കുന്ന കരടിയെ കീറിക്കളയേണ്ടത്? പ്രാർത്ഥനയിൽ. എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ എന്ത് ചെയ്യുന്നു? പോരാടുന്നു. നിങ്ങൾക്കറിയാമോ സാഹചര്യം ഞാൻ പറയാം. കൊലോസി ലേഖനം എഴുതുമ്പോൾ പൗലോസാണ് ഈ ലേഖനം എഴുതുന്നത്. ഈ ലേഖനം പൗലോസ് എഴുതുമ്പോൾ പൗലോസ് കൊലോസി സഭയിലില്ല. പൗലോസ് കിടക്കുന്നത് കാരാഗ്രഹത്തിനകത്താ. കൊലോസ്യ സഭയിലെ പാസ്റ്ററായിരിക്കുന്ന എപ്പഫ്രാസ് ഈ പൗലോസിനെ കാണാൻ ചെന്നപ്പോൾ കൊലോസ്യ സഭയിലെ പാസ്റ്റർ എപ്പഫ്രാസ് പറഞ്ഞൊരു പദമുണ്ട്: സഭയ്ക്കകത്തിപ്പോ ദുരുപദേഷ്ടാക്കന്മാർ കയറി നിൽക്കുക. ആമേൻ, സ്തോത്രം. എന്തോ ചെയ്യണമെന്നറിയാമയ്യ. എനിക്ക് അറിയാവുന്നൊരു കാര്യം പ്രാർത്ഥനയിൽ പോരാടാനാ. എപ്പഫ്രാസ് പറഞ്ഞു, മോളെ, പ്രതികരിക്കാൻ അറിയത്തില്ല, സംസാരിക്കാൻ അറിയത്തില്ല, കാര്യം പറഞ്ഞു തീർക്കാൻ അറിയത്തില്ല, പുറത്താക്കാൻ അറിയത്തില്ല, വിളിച്ചകത്ത് കയറ്റാൻ അറിയത്തില്ല. പൗലോസിനോട് എപ്പഫ്രാസ് പറഞ്ഞു, എനിക്കറിയാവുന്നത് പ്രാർത്ഥനയിൽ പോരാടാനാ. സ്തോത്രം. പൗലോസിനോട് എപ്പഫ്രാസ് പറഞ്ഞു, നീ ഇതിനൊരു കാര്യം തീർത്തു തരണം. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, നീ ഇതിൻ്റെ കാര്യം ഒന്ന് തീർത്തു കൊടുക്കണം. എപ്പഫ്രാസ് പൗലോസിനെ കണ്ടിട്ട് വീട്ടിൽ പോയി. ആമേൻ. പൗലോസ് ആ കാരാഗ്രഹത്തിനകത്ത് കിടന്ന് സഭയ്ക്കൊരു കത്തെഴുതി, സഭയെ നീ ഇങ്ങനായിരിക്കണം, നീ ഇങ്ങനായിരിക്കണം. ആമേൻ, സ്തോത്രം. എപ്പഫ്രാസ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുക. ചോദ്യം എപ്പഫ്രാസിനോട് ഞാൻ ചോദിച്ചു, എപ്പഫ്രാസേ, നീ എന്തിനാ പ്രാർത്ഥനയിൽ പോരാടുന്നത്? എപ്പഫ്രാസ് പറഞ്ഞു, മോനെ റോബിനെ, ഞാനിവിടെ പോരാടിയില്ലെങ്കിൽ അകത്ത് കയറിയ ദുരുപദേഷ്ടാക്കന്മാരുടെ ശക്തി ഈ സഭയെ തകർക്കും. വല്ല പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? വല്ല മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. അകത്ത് കയറി യുവന്മാര് സഭയെ എന്ത് ചെയ്യും? തകർക്കും. ആമേൻ. അകത്ത് കയറിയ ചില ശക്തികൾ ആമേൻ സഭയെ തകർക്കും. അകത്ത് കയറിയ ചില പിശാചിന്റെ ആത്മാക്കൾ സഭയെ തകർക്കും. അതുകൊണ്ട് എനിക്കറിയാവുന്നത് പ്രാർത്ഥനയിൽ പോരാടാനാ. എനിക്കറിയാവുന്നത് പ്രാർത്ഥനയിൽ പോരാടാനാ. ക്ഷമിച്ച അറിയാവുന്ന ഒറ്റ കാര്യമുള്ളൂ, പ്രാർത്ഥനയിൽ പോരാടാൻ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന
കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഞാൻ പറയാ, പ്രതികരിക്കാൻ നിൽക്കണ്ട, പ്രാർത്ഥനയിൽ പോരാടിക്കോ. ഒരു ശക്തിയും നിന്റെ കുടുംബത്തിന് നേരെയോ നിന്റെ സഭയ്ക്ക് നേരെയോ തൊടാൻ ഞാൻ അനുവദിക്കത്തില്ല. ഓ അറിയാവുന്ന ഒരു കാര്യം രമണിയാൻ്റെ ഉള്ളൂ, പ്രാർത്ഥനയിൽ പോരാടാൻ. സഹോദരന്മാരെൻ്റെ കൂടെ വരുന്നുണ്ടോ? പ്രാർത്ഥനയിൽ ഉറക്കെ പറ, പ്രാർത്ഥനയിൽ പോരാടാൻ. അർത്ഥം പ്രാർത്ഥനയിൽ എതിർത്ത് നിൽക്കാൻ, അർത്ഥം പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യാൻ, അർത്ഥം പ്രാർത്ഥനയിൽ ചില ശക്തികളോട് പടവെട്ടാൻ. അന്തര വേദന വൈഡപ്രമാന അടകജരകടകജര. ഈ പ്രാർത്ഥന ഒരു പോരാട്ടമാ. ഈ പ്രാർത്ഥന ചിലതിനോട് എതിർത്ത് നിൽക്കുന്ന ശക്തിയാ. ഇന്നലെ രാത്രി പ്രസംഗിച്ചപ്പോൾ തുടങ്ങിയപ്പോൾ പറഞ്ഞത് പദമുണ്ട്, ഇതൊരു പോരാട്ടമാ. അത് തന്നെ ദൈവമക്കളെ, ഇതൊരു പോരാട്ടമാ. വാക്കുകൊണ്ടുള്ള പ്രതികരണമല്ല, പ്രവൃത്തി കൊണ്ടുള്ള പ്രതികരണമല്ല. ചില പൈശാചിക ശക്തികളോട് പ്രാർത്ഥനയിൽ ക്ഷമിച്ച ചില ആഭിചാര ശക്തിയോട് ചില പൈശാചിക എതിർത്ത് നിൽക്കുന്ന ശക്തിയോട് അതിവിടെ നടക്കും. ആ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുക. വിശ്വസിക്കാൻ എത്ര പേർ നിനക്കത്തുണ്ട്? കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അച്ഛാ, ഇന്ന് എപ്പപ്രാസിനോട് ചോദിക്കണം, എപ്പപ്രാസേ നീ പോരാടിയതിൽ വല്ല ഗുണമുണ്ടോ? എപ്പപ്രാസ് പറയും, ശരത് പാസ്റ്ററെ എപ്പപ്രാസ് പറയും, മോനെ റോബിനെ, അന്ന് ഞാൻ പ്രാർത്ഥനയിൽ പോരാടിയത് കൊണ്ട് ഇന്നും സഭയുണ്ട്. മിണ്ടില്ല. പ്രാർത്ഥനയിൽ ഞാൻ അന്ന് പോരാടിയത് കൊണ്ട് ഇന്ന് സഭയുണ്ട്. ആമേൻ. ഇതിനകത്തിരിക്കുന്ന എത്ര പേർക്ക് പറയാൻ പറ്റൂ, പ്രാർത്ഥനയിൽ പോരാടിയത് കൊണ്ട് ഇന്ന് എൻ്റെ കുടുംബം നിലനിൽക്കുന്നത്, പ്രാർത്ഥനയിൽ പോരാടിയത് കൊണ്ട് ഞാൻ ഇന്ന് ജീവനോടെ നിൽക്കുന്നത്, പ്രാർത്ഥനയിൽ പോരാടിയത് കൊണ്ട് എൻ്റെ ശുശ്രൂഷ ഇന്ന് നിൽക്കുന്നത്, പ്രാർത്ഥനയിൽ പോരാടിയത് കൊണ്ട് ചില പൈശാചിക ശക്തികളെ തകർത്തു കളഞ്ഞ് ഞാൻ ജീവനോടെ നിൽക്കുന്നത്. എതിർത്ത് നിൽക്കുക. ഇന്നു പകൽ പരിശുദ്ധാത്മാവ് ദൂത് പറയാ, പോരാടാൻ നീ തയ്യാറാണോ? ആരാ ഇതിനകത്തുള്ളത്? എൻ്റെ കുടുംബത്തിനെതിരെ, എൻ്റെ തലമുറയ്ക്കെതിരെ, എൻ്റെ ദേശത്തിനെതിരെ പോരാടി നിൽക്കുന്ന ചില ശക്തികളോട് പ്രാർത്ഥനയിൽ തിരിച്ചു പോരാടാൻ. മല്ലുകെട്ടുക. വിട്ടുകൊടുക്കരുത്. ക്ഷമിച്ച വിട്ടുകൊടുക്കരുത്. സഹോദരിമാരെ, പോരാടുക. ചില സിംഹത്തോട് എതിർത്ത് നിൽക്കാൻ ഒരു ശിംശോൻ എഴുന്നേറ്റതുപോലെ, ചില കരടിയോട് എഴുന്നേറ്റ് നിൽക്കാൻ ചില ദാവീദ് എഴുന്നേറ്റതുപോലെ, ദൈവസഭയ്ക്കകത്ത് കയറിയ ദുരുപദേശത്തോട് പ്രാർത്ഥനയിൽ പോരാടാൻ ഒരു എപ്പപ്രാസ് എഴുന്നേറ്റതുപോലെ ഈ പട്ടണത്തിന് വേണ്ടി പോരാടാ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പോരാടാ, നിന്റെ കുടുംബത്തിന് വേണ്ടി പോരാടാ. നീ എഴുന്നേൽക്കുന്നു എങ്കിൽ നിനക്കെതിരെ വെളിപ്പെടുന്ന ഒരു ആഭിചാര ശക്തികളും, ഒരു പൈശാചിക തന്ത്രങ്ങളും, ഒരു ദുരാത്മാവിന്റെ പദ്ധതികളും, ഒരു
പൈശാചിക ശക്തികൾ അത് നിന്നെ തൊടാ, നിന്റെ കുടുംബത്തെ തൊടാ, നിന്റെ സഭയെ തൊടാ, നിന്റെ ദേശത്തെ തൊടാ, നിന്റെ ശരീരത്തെ തൊടാ. അവൻ അനുവദിക്കത്തില്ല. ഇന്ന് പകൽ നിനക്കെതിരെ പോരാടുന്ന ചില ശക്തികളോട് എതിർത്ത് നിൽക്കുക. ചേർന്ന് പൊളിയാൻ പോകുക. വിശ്വസിക്കുന്നവർ ആയിരിക്കുന്ന ഇടത്ത് നീ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. സ്വർഗ ചിലതിനെ തകർത്തു കളയാൻ പോകുക. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക. പ്രാർത്ഥിക്കാൻ പോകുക. ആമേൻ. എനിക്കൊന്ന് പോരാടണം, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേർ ഇതിനകത്തുണ്ട്? ഇങ്ങനെ പോയാൽ ദൈവമക്കളോട് ഞാൻ ആത്മനിയോഗത്തോടെ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം. അച്ഛാ, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ഹലോ, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലെന്ന് നിന്റെ മനസ്സിൽ ഏതെങ്കിലും വിഷയങ്ങൾ ഈ പകലിൽ ഉരുവായി വരുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ പകലിൽ പ്രാർത്ഥിച്ചോണം. ഇതൊരു നിയോഗമാണ്. ഇത് പ്രസംഗിക്കാൻ വേണ്ടി പറയുകയല്ല, പ്രസംഗിക്കാനുമല്ല ഞാൻ എഴുന്നേറ്റത്. ആത്മനിയോഗത്തോട് ഞാൻ പറയാം, സഹോദരിമാരെ, ഇങ്ങനെ പോയാൽ എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ തലമുറ, എൻ്റെ കുടുംബജീവിതം, എൻ്റെ ശുശ്രൂഷ, എൻ്റെ സഭ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല എന്ന് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്കൊരു തോന്നൽ ഇപ്പോൾ ഉണ്ടായാൽ അതിനുവേണ്ടി പോരാടിക്കണം. ഇന്ന് ഈ പകലിൽ അതിനൊരു ജയം ഉണ്ടാകാൻ പോകുക. ഇന്ന് പകൽ ചിലത് കീറി മാറാൻ പോകുക. ഇന്ന് പകൽ ചില കുടുംബങ്ങൾ ക്രമീകരിക്കപ്പെടുക. ഇന്ന് പകൽ ചില മതിലുകൾ പൊളിയാൻ പോകുക. സ്വീകരിക്കാൻ പറ്റുന്നവർ ഇന്ന് പകൽ സ്വീകരിച്ചോ ദൈവമക്കളെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവസഭയ്ക്കകത്ത് പോരാടുന്ന ചില ശക്തികൾ, ദൈവസഭയ്ക്കെതിരെ നിൽക്കുന്ന ചിലത്, ചില കുടുംബങ്ങൾക്കെതിരെ മൗനമായി പ്ലീസ് ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവിൻ്റെ നാമത്തിൽ ഇത്രയും നിയോഗത്തോടെ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ അഴിയപ്പെടേണ്ടത് ഇന്ന് പകൽ അഴിയട്ടെ. എതിർത്ത് നിൽക്കാതെ ഒന്നും പരാജയപ്പെടത്തില്ല. എതിർത്ത് നിൽക്കാതെ ഒന്നും വിട്ടുപോകത്തില്ല. എതിർത്ത് നിൽക്കാതെ ഒരു ശക്തിയും ഓടിപ്പോകത്തില്ല. ഓടിപ്പോകണമെങ്കിൽ നീ എതിർത്തേ പറ്റൂ, നീ പോരാടിയേ പറ്റൂ. അതുകൊണ്ട് ചേർന്ന് യേശുവിന്റെ നാമത്തിൽ ആ കരമടിച്ച് ഒന്ന് അന്യഭാഷകളിൽ യേശുവിന്റെ നാമത്തിൽ പോളിയട്ടെ. ഒരു ശക്തി എഴുന്നേക്കരുത്, ഒരു ശക്തി ഇനി എഴുന്നേക്കരുത്. എഴുന്നേറ്റതിനോട് എതിർക്ക് മാസ്റ്ററേ, എഴുന്നേറ്റോട് നീ പോരാട്. നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന ചിലതിനോട് നീ പോരാട്. പകൽ ചിലത് കീറി മാറുകയാ. ഈ പകൽ ഞങ്ങൾ ആത്മാവിൽ കാണുകയാണ്. ചിലത് കീറി മാറുകയാ. നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ചിലത് കീറി മാറുകയാ. നിന്റെ കുടുംബത്തിനകത്ത് ചില സിംഹത്തിന്റെ ശക്തികൾ നിന്റെ ഭർത്താവിനെ പിടിച്ച, നിന്റെ ഭാര്യയെ പിടിച്ച, നിന്റെ തലമുറയെ പിടിക്കാൻ വരുന്ന ചില ശക്തികൾ ഈ പകലത് കീറി മാറുകയാ. നിന്റെ ശുശ്രൂഷയെ തകർക്കാൻ വരുന്ന ചില ശക്തികൾ
അത് കീറി മാറുക. ഓ ഹോ 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 ഉടബറബലബലബലബ ഉടബലബലബലബല റിബലബറബലബലബ ഉടബലബലബല ശാധാരാധ റിബാ ബാ 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 റികാ ബാ 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 ഷെതരെ tere kebebe കർത്താവേ, ഞാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഈ പകൽ അങ്ങടെ ശക്തി ഇറങ്ങി വരണോ, അങ്ങടെ ശക്തി ഇറങ്ങി വരണോ, അങ്ങടെ ശക്തി. ഓ ഓ അലറിയടുക്കുന്ന ചില സിംഹത്തിന് മുമ്പിൽ കയ്യും കെട്ടി നിന്നാൽ ഈ സിംഹം നിന്നെ കീറിക്കളഞ്ഞിട്ട് വീട്ടിൽ പോവും, കീറിക്കളഞ്ഞിട്ട് വീട്ടിൽ പോവും. മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞൊരു പദമുണ്ട്, മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞൊരു പദമുണ്ട്. ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ ഇസ്രായേലിന് രക്ഷ, യഹൂദന്മാർക്ക് രക്ഷ മറ്റൊരിടത്തുനിന്ന് വരും. പക്ഷേ നീയും നിന്റെ കുടുംബവും തകർന്നു പോകും. ഓ ഓ അതുകൊണ്ട് ഈ പകൽ ആത്മാവ് ദൂത് പറയാ, നീ മിണ്ടാതിരിക്കരുത്, നീ മിണ്ടാതിരിക്കരുത്. നീ എതിർത്തേ പറ്റൂ, നീ എതിർത്തേ പറ്റൂ, നീ എതിർത്തേ പറ്റൂ. നീ മിണ്ടാതിരുന്നാൽ ഇവൻ നിന്നെ അറ്റാക്ക് ചെയ്യും, നീ അടങ്ങിയിരുന്നാൽ ഇവൻ നിന്നെ അറ്റാക്ക് ചെയ്യും. നീ എതിർത്തേ പറ്റൂ, നീ ഉപവസിച്ചാ പറ്റൂ, നീ പ്രാർത്ഥിച്ചാ പറ്റൂ, നീ കരഞ്ഞേ പറ്റൂ. ഓ റീബാരഗദേ തുടബേ രഗലേ തേ രഗദാ ധനജാ രഗദാ താ രഗദാ ധനജാ രഗലാ ഉടബാ രഗലാ ധലജാ രഗദാ താ രഗദാ ധലജാ രഗലേ ഉടബലഗ രഗലാ ധലജാ ഷാദാ രാജാ റീഖാ രഗദേ തൂടേ രബലേ തേ രാജാ രാധാ രാജാ ഉടബലബലബ ശബനാ രഗലേ ഉടബരബലബ ശബനാ രഗലേ റീബാ രഗദാ ധനജാ രഗദാ ചുടബല രഗലഗ ധലജല രഗലേ ചുടബലഗടഗ ശബനാ രഗലാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ആത്മാവിൽ ആരാധിച്ചേ, വിശ്വസിക്കുന്നവർ ആത്മാവിൽ ആരാധിച്ചേ, വിശ്വസിക്കുന്നവർ ആത്മാവിൽ പോരാടിക്കേ. പ്രാർത്ഥനയിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നു. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, നീ പ്രാർത്ഥനയിൽ പോരാടാൻ തയ്യാറായാൽ അലറി അടുക്കുന്ന ചില സിംഹങ്ങളെ വലിച്ചു കീറാനുള്ള അഭിഷേകം നിങ്ങളുടെ മേൽ സ്വർഗ്ഗം കൈമാറാൻ പോകുക. എത്ര പേർ കൊതിക്കുന്നുണ്ട്, എനിക്ക് അങ്ങനൊന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് അങ്ങനൊന്ന് പ്രാർത്ഥിക്കണം. ഇനി വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല,
ഇനി വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എതിർവാദ ശക്തിയെ എനിക്കറിയാം. ഇനി വിട്ടുകൊടുക്കാൻ തയ്യാറാവരുത്. പ്രാർത്ഥനയിൽ പോരാടിക്കണം, പ്രാർത്ഥനയിൽ പോരാടിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ.